അപ്പൊ നമ്മളെ ഖദീജയെ നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തരാം. ഖദീജയെ 1.5 വർഷം കൊണ്ട്, ഖദീജയുടെ 3.5 വയസ്സ് തൊട്ട് ഖദീജയെ നമുക്കറിയാം. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഖദീജയുടെ വാപ്പ റിയാസ് നമ്മളെ ഫോണിൽ വിളിക്കുന്നത്. റിയാസിന്റെ കാര്യം എന്ന് പറയുന്നത്, റിയാസിന് ഒരു കാലില്ല. 29 വയസ്സിൽ ഷുഗർ വന്ന് ഒരു കാല് മുറിച്ചു മാറ്റി. ഇപ്പൊ എത്ര വയസ്സായി റിയാസിന്? ഇപ്പൊ 33 വയസ്സായി. അപ്പം നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് റിയാസ് നമ്മളെ വിളിക്കുന്നത്. നമ്മളെ റിയാസിനെ അന്ന് റിയാസ് താമസിച്ചിരുന്നത് ഭീമാപ്പള്ളി പുറം ഗേറ്റിന്റെ സൈഡിലായിട്ടായിരുന്നു. ഇപ്പൊ താമസിക്കുന്നത് പാരിപ്പള്ളി പരവൂരാണ്. അപ്പൊ നമ്മുടെ ഖദീജക്ക് ഇനി ആവശ്യം ഒരു കൊച്ചി വീടാണ്. ഇന്നത്തെ കാലം കുഞ്ഞുമോള് നമ്മളെ മക്കൾ വളരുന്നത് പോലെ അവൾ നോക്കണം. അപ്പൊ അതിന് നിങ്ങളെല്ലാരും സഹായിക്കണം. 1.5 വർഷം ആലോചിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. ഞാൻ ഇതുവരെയും ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് നിങ്ങൾക്ക് അറിയാൻ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ ഇനി ആവശ്യം, കാരണം വീട് ഭീമാപ്പള്ളി എന്ന് മാറി ഇപ്പൊ പരവൂരായി. ഈ വീടും വാടകയ്ക്കാണ്. അപ്പം റിയാസ് എന്തായാലും ഒരാൾ നമ്മുടെ അതിന്റെ സഹായം ഇല്ലാതെ വീടെന്ന് പറയാൻ പോല ഈ ഒരു ഹാൾ ഒരു റൂമേ ഉള്ളത്. ഈ ഒരു ഹാള് ഒരു റൂം, ഇതിന്റെ 4 ആൾക്കാരാണ് താമസിക്കുന്നത്. ഈ ആ റൂമിലെ ആള് ഇപ്പുറത്ത് മൊത്തം ഈ ഒരു ഹാളും ഒരു കൊച്ചു റൂം, ഒരു അടുക്കളയുടെ വരെ ഇത് ബാക്കി ഫുള്ള് അടച്ച് വെളിയിൽ വേറെ റൂമുകൾ ഉണ്ടാക്കി വാടകയ്ക്ക് കൊടുത്തിരിക്കണം. അപ്പം നമ്മളെ കൊണ്ട് ഒക്കുന്ന 1 രൂപയ്ക്ക് 1 രൂപ നമ്മളെല്ലാരും കൂടെ വിചാരിച്ചാൽ വെച്ച് മാറാം. കുഞ്ഞു വീടും അതേയുള്ള ഒരു ആഗ്രഹം. അതുപോലെ അവന്റെ മരിക്കുന്നതിന് മോള എവിടെയെങ്കിലും സേഫ് ആക്കണമെന്നുള്ള ആഗ്രഹം എന്റെ അടുത്ത് കഴിഞ്ഞ ഈ 1.5 കൊല്ലം മുമ്പേ പറഞ്ഞു. അപ്പൊ പലരും ചോദിക്കുക എന്തുകൊണ്ട് അന്നിട്ടില്ല ഇടാത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് ഇതുവരെ കൊതിച്ചില്ല. പക്ഷെ ഇനി അത് ചെയ്യാം. കാരണം എന്റെ പൊന്നുമോള് വളർന്നു വരുന്നത് നമ്മളെ മക്കളെ വളർത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ് അതിനുകൊണ്ട് ആഗ്രഹം. ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്കറിയാൻ ഒരു കുടുംബം ഇന്നത്തെ കാലത്ത് കഴിഞ്ഞു പോകണമെന്നുള്ള അവസ്ഥ. അപ്പൊ നിങ്ങളെ കൊണ്ട് ഒക്കുന്നവരെല്ലാം, നിങ്ങളെ കൊണ്ട് 1 രൂപയ്ക്ക് 1 രൂപ എല്ലായിടത്തും സഹായിക്കണം. ഒക്കുന്നവർ മാത്രം അവനെ സഹായിക്കണം. അവന്റെ കാര്യങ്ങളും അവന്റെ നമ്പരും എല്ലാം ഇതിൽ വെച്ചേക്കാം. നമ്മൾ കൂടെ കാണും. ചെറിയ സഹായമല്ല വലിയ സഹായമായിട്ട് നമ്മളും കൂടെ കാണും. പക്ഷെ നിങ്ങളും കൂടെ നിൽക്കണം. ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് താമസിക്കുന്നത്. കുറച്ച് പല ദിവസങ്ങളിൽ ഇപ്പൊ 1 മാസമാകും ഇവിടെ കാണുന്ന പേടിച്ചാണ് കിടക്കുന്നത്. കാരണം അറിയാലോ ട്രെയിൻ തൊട്ടടുത്ത് കൂടെയാണ് പോകുന്നത്. അപ്പൊ ചോദിക്കും ഒരുപാട് പേര് അങ്ങനെ കിടക്കുന്നില്ലായിരുന്നു. അതൊക്കെ ചോദ്യം വന്നാൽ അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ അവള് ഭീമാപ്പള്ളിയുടെ ബാക്കിലായിരുന്നു. അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്കറിയാം, നമ്മളൊരു വാപ്പ കൊടുക്കുമ്പോൾ ആരും കൊടുത്താലും മേടിക്കില്ല. റിയാസിന് ഇറങ്ങിപ്പോയി ഒരു മുട്ടായി പോലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്റെ ഖദീജ എന്നെയും നമ്മളെ ഏറ്റെടുത്തതുപോലെ നമ്മളെ ഖദീജയെ നിങ്ങൾ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പൊ ഞാൻ ഖദീജയെ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. കാരണം 1.5 വർഷം കൊണ്ടേ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ റിയാസിന്റെ നമ്പറിൽ വെച്ചേക്ക് നിങ്ങൾ ഡയറക്റ്റ് എന്തുണ്ടെങ്കിലും റിയാസിനെ വിളിച്ച് സംസാരിച്ച് റിയാസിനെ വന്ന് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്. 1.5 വർഷം കൊണ്ട് ഞാൻ കാണുന്നതാണ്. വീട് വേണം. അപ്പൊ എല്ലാവരും സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഓക്കെ.